പണ്ടൊക്കെ പ്രായ ആൾക്കാരിൽ മാത്രം കണ്ടുവരുന്ന ഒരു കണ്ടീഷനായിരുന്നു മുട്ടുവേദന എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത് യങ്സ്റ്റേഴ്സിന്, അതായത് പ്രായം കുറഞ്ഞ ആൾക്കാരെയും ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്നൊരു കണ്ടീഷനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുട്ടുവേദനയെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് മുട്ടുവേദന വരാനുള്ള കാരണങ്ങളെന്നും അതിന് നമുക്ക് എങ്ങനെ വീട്ടിൽ കൂടെ തന്നെ മാനേജ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ആര്യ, നാച്ചുറോപ്പത്തിക് ഫിസിഷ്യൻ, Q&B ഹെൽത്ത് കെയർ. മുട്ടുവേദന അല്ലെങ്കിൽ മുട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ കാലിൻ്റെ രണ്ട് ബോണുകളെ ഒന്നിച്ച് ചേർക്കുന്ന ഒരു ജോയിൻറ്റിനെയാണ് നമ്മൾ മുട്ട് അല്ലെങ്കിൽ നീ ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വരുന്ന എന്തോ ഒരു അണ്ടർലൈൻ കണ്ടീഷനാണ് നമുക്ക് ഈ മുട്ടുവേദന ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പം പൊതുവേ നമ്മൾ ജനറലി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു വേദന വന്നു കഴിഞ്ഞാൽ നേരെ പോയി ഏതെങ്കിലും ഒരു ബാം അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യുക, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെയിൻ കില്ലർ വാങ്ങി കഴിച്ചിട്ട് ഒരു താൽക്കാലിക ക്യൂർ ഉണ്ടാക്കിയൊക്കെയാണ് ജനറലി ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെയല്ലാതെ തന്നെ നമ്മൾ ഇതിന് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. കാരണം ഇതിന് ഒരുപാട് അണ്ടർലൈൻ കണ്ടീഷൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ ലോങ് ടേം ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയിൻ കില്ലേഴ്സ് എടുക്കുകയാണെങ്കിലും നമുക്ക് ഫർദർ നമ്മുടെ ലിവറിനെയും കിഡ്നിനെയും ഒക്കെ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ അങ്ങനെയൊരു കണ്ടീഷനാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്താണ് ഇതിൻ്റെ കണ്ടീഷൻ അറിഞ്ഞതിന് ശേഷം മാത്രമേ അത് ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഇത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനം എന്ന് പറയും. നമുക്കറിയാം, നമ്മുടെ രണ്ട് എല്ലുകൾ കൂടിച്ചേരുന്ന ഒരു ഏരിയ ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഒരു ക്യാവിറ്റി പോലൊരു ഏരിയ ആണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു തേയ്മാനത്തിനെയാണ് നമ്മൾ OA എന്ന് പറയുന്നത്. പൊതുവെ ഈ തേയ്മാനം കണ്ടുവരുന്നത് പ്രായം കൂടി വരുന്ന ആൾക്കാരിലാണ്. അപ്പം നമുക്ക് പൊതുവെ കാൽഷ്യം മെറ്റബോളിസത്തിൻ്റെ അളവ് കുറഞ്ഞു വരും. ഇങ്ങനൊരു സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലെ എല്ലുകളുടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പിംഗ് കുറഞ്ഞു വരികയും അത് ഫർദർ തേയ്മാനായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മുട്ടിനിടയ്ക്കുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട്, സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്, അതിൻ്റെ അളവും കുറഞ്ഞു വരും. അപ്പോൾ പ്രധാനമായിട്ട് കാൽഷ്യം മെറ്റബോളിസം കുറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ മെനോപോസ് ടൈമിൽ, സ്ത്രീകളിൽ മെനോപോസിൻ്റെ സമയത്ത്, മെൻസസ് നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു കണ്ടീഷൻ വരാം. അതുപോലെ ചെറിയ പ്രായത്തിൽ ഒരു 40 വയസ്സിൽ താഴെയൊക്കെ നമുക്ക് ഇതുപോലെ ഹിസ്റ്ററക്ടമി, അതായത് യൂട്രസ് എടുത്തു കളഞ്ഞ സ്ത്രീകളിലും നമുക്ക് ഇതുപോലൊരു കണ്ടീഷൻ വരാം. അതും അല്ലെങ്കിൽ സ്ത്രീകളിലും പുരുഷന്മാരും ഒരുപോലെ തൈറോയിഡ് കണ്ടീഷൻസ് ഉള്ളവരിലും ഇതുപോലൊരു കാൽഷ്യം മെറ്റബോളിസത്തിൻ്റെ ഒരു കുറവ് കാണാൻ പറ്റും. ഇങ്ങനെയുള്ളവരിലാണ് പൊതുവേ ഈ ഒരു OA കണ്ടീഷൻ അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിക് കണ്ടീഷൻ കാണാൻ പറ്റുന്നത്. ഇതും ഒരു മുട്ടുവേദനയ്ക്കുള്ളൊരു കാരണമാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ഒബേസിറ്റിനെ പറ്റിയാണ്, അതല്ലെങ്കിൽ അമിതവണ്ണം. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് താങ്ങുന്നത് നമ്മുടെ കാലുകളാണ് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ കാൽമുട്ടിന് താങ്ങാൻ പറ്റാത്ത വെയിറ്റ് അല്ലെങ്കിൽ ഭാരം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് ഫർദർ ഒരു മുട്ടുവേദന പോലൊരു കണ്ടീഷൻ നമുക്ക് കാണിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഭാരം കുറച്ചിട്ട് നമ്മുടെ വേദനയെ കൺട്രോൾ ചെയ്യാണ് ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ഹൈപ്പർ മൊബിലിറ്റി സിൻഡ്രോം ആണ്. അതായത് നമ്മുടെ എക്സസ് ആയിട്ട് നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യുക. ചെറിയ പ്രായം തൊട്ടേ നമ്മൾ ഒരുപാട് നടക്കുക, ഒരുപാട് പടികൾ കയറുക, ഇറങ്ങുക, അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാട് ചെയ്യുക. അല്ലെങ്കിൽ ജോബ് വഴിയാണെങ്കിലും ഒരുപാട് ഓവർ ആക്ടിവിറ്റി ചെയ്യുന്ന രീതിക്കുള്ളൊരു ജോബൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതുപോലൊരു മുട്ടുവേദന നമുക്ക് വരാം. അത് നമ്മുടെ ഹൈപ്പർ ആക്ടിവിറ്റി കൊണ്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. നാലാമതായിട്ട് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ച, അതായത് മുട്ട് റിലേറ്റഡ് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള ആൾക്കാരിൽ ഇങ്ങനെ മുട്ടുവേദന കാണാം. പ്രധാനമായിട്ട് ടെൻഡോണൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ്, അതായത് നീർക്കെട്ട് പോലുള്ള, അതായത് ബസൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിൽ, അങ്ങനെ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും ഫ്രാക്ചർ ഒക്കെ ഉള്ള കണ്ടീഷനിൽ നമ്മൾ പ്രൊലോങ്ഡ് ആയിട്ട് കെയർ ഒന്നും കൊടുക്കാതെ അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കാതിരിക്കുന്ന സാഹചര്യത്തിലൊക്കെ ഇതുപോലെ കണ്ടെന്ന് വരാം. അഞ്ചാമതായിട്ട് പറയുകയാണെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ്, പ്രധാനമായിട്ട് ആർത്രൈറ്റിസ് പോലുള്ള, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ്. നമുക്ക് പൊതുവേ ഈ RA കണ്ടുവരുന്നത് ചെറിയ ജോയിൻസിനാണ് എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ കൂടി ഇത് ഫർദർ നീണ്ടു നിൽക്കുമ്പോൾ നമ്മുടെ മുട്ടുകളെയും എഫക്റ്റ് ചെയ്ത് ഒരു പെയിൻ വരാം. അതുപോലെ ഒന്നാണ് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. ഇതും നമ്മുടെ കാൽപാദത്തിൻ്റെ എല്ലുകളൊക്കെയാണ് പൊതുവെ എഫക്റ്റ് ചെയ്യാറുള്ളത്. ഫർദർ ഇതും നമുക്ക് മുട്ടുവേദനയ്ക്കൊക്കെ കാരണമാവുന്നുണ്ട്. അതുപോലെ ഒന്ന് തന്നെയാണ് SLE എന്ന് പറയുന്നത്, അതായത് സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ. ഇതും ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. പ്രധാനമായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ തന്നെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ടിഷ്യൂസിനൊക്കെ എഫക്റ്റ് ചെയ്തിട്ട് അത് ഫർദർ നമുക്ക് ഇതുപോലൊരു വേദന പോലെ വരാം. ഇത് ജനറലി നമുക്ക് കിഡ്നി ഫെയിലിയർ, ഹാർട്ട്, അതുപോലെ ബ്രെയിനിനൊക്കെ നമുക്ക് എഫക്റ്റ് ചെയ്യുന്നൊരു കണ്ടീഷനാണ് ഈ SLE എന്ന് പറയുന്നത്. അതുപോലെ ഒരു കണ്ടീഷനാണ് സ്കിൻ ഇൻഫെക്ഷൻ അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് വരുന്നൊരു ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്, അതായത് സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയും. ഇതും നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നൊരു കണ്ടീഷനാണ്. നമുക്ക് സോറിയാസിസ് ഉള്ള ആൾക്കാരിൽ എല്ലാവർക്കും ഇതുപോലൊരു ആർത്രൈറ്റിസ് വന്നുകൊള്ളണമെന്നില്ല, പക്ഷേ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫർദർ നമുക്ക് ഇതുപോലൊരു മുട്ടുവേദനയൊക്കെ വരാം.
ഇനി എങ്ങനെ നമുക്കിതിനെ വീട്ടിൽ കൂടെ തന്നെ മാനേജ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ട് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഓയിൻമെൻറ്റും അതുപോലെ ബാംസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇതുപോലെ കുറേ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷനൊക്കെ ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് പ്രധാനമായിട്ട് നമ്മുടെ എക്സസൈസിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റിലൂടെയാണ് അതിനെ മാനേജ് ചെയ്യേണ്ടത്. നമുക്ക് എക്സസൈസിലൂടെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എയറോബിക് എക്സസൈസ് ചെയ്യുക. അതായത് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് കൂടെ നമ്മൾ നടക്കാൻ വേണ്ടി ശ്രമിക്കുക. നടന്നു കഴിഞ്ഞാൽ മുട്ടുവേദന കൂടുമെന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. പ്രധാനമായിട്ട് നമ്മൾ നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളിലൂടെ നടന്ന് കുറച്ച് നേരം എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഒന്ന് തന്നെയാണ് സിറ്റപ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മുടെ ചെയറിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മളിങ്ങനെ ഒരു ഹാഫ് സ്ക്വാഡ് പൊസിഷനിൽ ഇരുന്ന് എഴുന്നേറ്റുന്ന പോലെ ഒരു 5 കൗണ്ട്സ് ഒക്കെ ഡെയിലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അധികം സ്ട്രെയിൻ ചെയ്യരുത്. ഒരു ഹാഫ് സ്ക്വാഡ് പൊസിഷനിൽ ഇരിക്കുക, എഴുന്നേൽക്കുക, ഇങ്ങനെ ഒരു 5 കൗണ്ട്സ് വിത്ത് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ചെയ്യുന്നതും ഈ ഒരു കണ്ടീഷന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അടുത്തായി പറയുകയാണെങ്കിൽ ലെഗ് സ്ട്രെച്ചിങ് ചെയ്യുക. അതായത് പ്രധാനമായിട്ട് നമ്മൾ ലെഗ് ബെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. നീ ബെൻഡിങ് പോലെ ലെഗ് ബെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പ് ആൻഡ് ഡൗൺ റേസിങ് ചെയ്യുക. അതുപോലെ ഒന്ന് തന്നെയാണ് നീ സ്ട്രെച്ചിങ് എക്സസൈസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നീനെ സപ്പോർട്ട് ചെയ്തിട്ട് കാലിങ്ങനെ ലെഗ് റേസിങ് പോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അത് നമുക്ക് പില്ലോ വെച്ചിട്ടും അല്ലാതെയും ചെയ്യാം. ഇനി എങ്ങനെ നമുക്ക് ഡയറ്റിൽ കൂടെ മാനേജ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ട് നമുക്കറിയാം ഒരു വേദനയുള്ളൊരു കണ്ടീഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അതായത് ടെർമറിക്കിനകത്തുള്ള കുർക്കുമിൻ എന്ന് പറയുന്ന കണ്ടന്റ് നമ്മുടെ പെയിൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഒന്ന് തന്നെയാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്. ഇതും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇതുപോലൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനൊക്കെ ഒന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ അലർജിക് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിരിക്കും. ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഇതിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അത് നമുക്ക് ഫർദർ ഈ മുട്ടുവേദന പോലുള്ള കണ്ടീഷനൊക്കെ ഒന്ന് റിലീവ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം അത് ചെറിയ മത്സ്യങ്ങൾ, അതുപോലെ ഒലീവ് ഓയിൽ, അവക്കാഡോ, അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ, നട്ട്സ്, അതായത് ആൽമണ്ട്സ് പോലെ അല്ലെങ്കിൽ വാൽനട്ട് പോലെ നട്ട്സുകളിലൊക്കെ ധാരാളമായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഒന്ന് തന്നെയാണ് ഗാർലിക് ഒക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻടേക്ക് ചെയ്യുന്നത്. ഇതും നമുക്കൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഒരു ഭക്ഷണമാണ്. അതും നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡയറ്റിലൂടെയും അതുപോലെ എക്സസൈസിലൂടെയും മാനേജ് ചെയ്യുന്നതിന് കൂട്ടത്തിൽ തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സും ഈ ഒരു കണ്ടീഷൻ എടുക്കേണ്ടതാണ്. അതായത് നമുക്കറിയാം ഇത്രയും അണ്ടർലൈൻ കോസസ് നമുക്ക് ഈ ഒരു മുട്ടുവേദനയ്ക്ക് കാരണമായി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിന് ട്രീറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ ചെയ്യേണ്ടതാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.